നമസ്കാരം. നമ്മളിന്ന് റെഡ് ടെക്സ്റ്റ് ബുക്കിലെ 109 പേജിലുള്ള ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് ത്രികോണവും വൃത്തവും. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഒരു വൃത്തത്തിലെ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ AB എന്ന ചാപം, ഈ ചാപത്തിന്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ നോക്കേണ്ടത് ഈ AB എന്ന ചാപത്തിന്റെ കേന്ദ്രകോണുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഈ എ ബി എന്ന ചാപത്തിന്റെ കേന്ദ്രകോണം? 60 ഡിഗ്രി അല്ലേ? അപ്പൊ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണം അറിയാമെന്നുണ്ടെങ്കിൽ ഈ ചാപത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഒരു വൃത്തത്തിന്റെ മൊത്തം കോണം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി അല്ലേ? അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പം മൊത്തം വൃത്തത്തിന്റെ കോണളവിന്റെ എത്ര ഭാഗമാണ് ഈ ആംഗിൾ? നമുക്ക് നോക്കാം. മൊത്തം 360 ഡിഗ്രിയാണ്. വൃത്തത്തിന്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 360ൽ 60 എന്ന് പറയുന്നത് എത്രയാണ്? 6 ഭാഗമാണ് അല്ലെ? അതായത് മൊത്തം വൃത്തത്തിന്റെ കോണളവിന്റെ എന്താണ് 6 ഭാഗമാണ് ഇത് അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊത്തം വൃത്തത്തിന്റെ ചുറ്റളവിന്റെ 6 ഭാഗമാണ് ഈ ആർക്കിന്റെ നീളം. അതായത് ഈ വൃത്തത്തിന്റെ മൊത്തം നീളം 24 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഈ ചാപത്തിന്റെ നീളം, ഈ AB എന്ന ഈ ഭാഗത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 24ന്റെ 6 ഭാഗമാണ്. എത്രയാണ് 24 ഭാഗം? 4 അല്ലെ? അപ്പം 4 സെന്റിമീറ്റർ ആയിരിക്കും ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ വൃത്തം ശ്രദ്ധിച്ചേ. ഇവിടെ PQ എന്ന ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാൻ അറിയാം അല്ലേ? ഈ മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഈ PQ എന്റെ നീളം എന്ന് പറയുന്നത്? അതായത് മൊത്തം വൃത്തത്തിന്റെ നീളത്തിന്റെ എത്ര ഭാഗമാകാം ഈ PQ എന്ന് പറയുന്നത്? എന്നാലോചിച്ച് നോക്കിയേ. അതായത് മൊത്തം വൃത്തത്തെ 4 ഭാഗിച്ചുള്ള ഒരു ഭാഗമല്ലേ ഇത്? അപ്പൊ മൊത്തം വൃത്തത്തിന്റെ നീളം 24 ആണ് എങ്കിൽ ആ 24ന്റെ 4 ഭാഗമാണ് ഈ ചാപത്തിന്റെ നീളം അല്ലേ? ഈ 4 എങ്ങനെ കിട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മൊത്തം വൃത്തത്തിന്റെ കോണളവ് 360 ഡിഗ്രിയാണ് അല്ലെ? ആ 360ൽ ഇത് എത്ര? 90 ഡിഗ്രിയാണ് അല്ലെ? 360ൽ 90 എന്ന് പറയുന്നത് എത്രയാണ്? 9×4 അല്ലെ? 4. അതായത് മൊത്തം വൃത്തത്തിന്റെ കോണളവിന്റെ എത്ര? 4 ഭാഗമാണ് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ വൃത്തത്തിന്റെ നീളത്തിന്റെ 4 ഭാഗമാണ് ഈ ചാപത്തിന്റെ നീളം. അപ്പൊ ഈ വൃത്തത്തിന്റെ നീളം 24 സെന്റിമീറ്റർ ആണ് എങ്കിൽ ആ 24ന്റെ എത്ര ഭാഗമായിരിക്കും ഇതെന്ന് പറയുന്നത്? 4 ഭാഗമാണ് ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ 4 ഭാഗത്തിലാണ് പറയുന്നത് 6 അല്ലെ? 6 അപ്പം ഈ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് മൊത്തം വൃത്തത്തിന്റെ നീളത്തിന്റെ 6 ഭാഗം വരാൻ കാരണം 360ൽ 60 അല്ലെ? 360 എന്ന് പറയുന്നത് 6 ഇവിടെ ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം വൃത്തത്തിന്റെ നീളത്തിന്റെ 4 ഭാഗമാണ്. 4 വരാൻ കാരണം മൊത്തം വൃത്തത്തിന്റെ കോണം എന്ന് പറഞ്ഞാൽ 360 360ൽ 90 എന്ന് പറയുന്നത് 4 അല്ലേ? അപ്പം ഇത് ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് മൊത്തം വൃത്തത്തിന്റെ നീളത്തിന്റെ 4 ഭാഗമാണ്. അടുത്ത ഈ വൃത്തം നോക്കിയേ. ഇപ്പൊ ഇവിടെ ഈ XY എന്ന ചാപം അല്ലെ? XY എന്ന ഈ ചാപം, ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ് അല്ലെ? അപ്പം ഈ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമായിരിക്കും? അതായത് മൊത്തം വൃത്തത്തിന്റെ കോണളവ് 360 ഡിഗ്രിയാണ്. 360ൽ 120 എന്ന് പറയുന്നത് 36, 12 ഒഴിച്ചാൽ 1 വരും. 36, 12 ഒഴിച്ചാൽ 3 അല്ലേ? 3 വരും. അപ്പം മൊത്തം വൃത്തത്തിന്റെ കോണളവിന്റെ 3 ഭാഗമാണിത് അല്ലേ? അപ്പം ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് മൊത്തം വൃത്തത്തിന്റെ നീളത്തിന്റെ 3 ഭാഗമായിരിക്കും. മൊത്തം വൃത്തത്തിന്റെ നീളം 24 ആണ് എങ്കിൽ ഇതേ ഭാഗം എന്ന് പറയുന്നത് ആ 24ന്റെ 3 ഭാഗമായിരിക്കും അല്ലെ? അപ്പൊ 24ന്റെ 3 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 8 3 അല്ലേ? 8 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? മൊത്തം 24 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ നീളം എന്ന് പറയുന്നത് എത്ര? 8 സെന്റിമീറ്റർ ആയിരിക്കും. ഈ വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആയിരിക്കട്ടെ. ഈ വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. ഈ AB എന്ന ഈ ആർക്കിന്റെ നീളം കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ AB എന്ന ഈ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ ചാപം ABയുടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഈ മൊത്തം വൃത്തത്തിന്റെ കോണളവിന്റെ എത്ര? 6 ഭാഗമാണെന്ന് പറഞ്ഞു അല്ലെ? ആ 360ൽ 60, അതായത് 360ൽ 60 എന്ന് പറയുന്നത് 6 ഭാഗമാണെന്ന് പറഞ്ഞു അല്ലെ?
അപ്പം ഈ ചാപതന നീളം എന്ന് പറയുന്നത് എന്താണ്? മൊത്തം വൃത്തത്തിന്റെ നീളത്തിന്റെ 1/6 ഭാഗമാണ് അല്ലെ. അപ്പൊ മൊത്തം വൃത്തത്തിന്റെ നീളം എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ് അല്ലെ, ചുറ്റളവാണ്. ഈ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. 2πr സമം 2 × π × r. r എത്രയാണ്? 5. അപ്പം 2 10 × 3.14 അല്ലെ. പറഞ്ഞാൽ 10 കൊണ്ട് 3.14 വിളിച്ചാൽ 31.4. അപ്പം ഈ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 31.4 സെന്റിമീറ്റർ. അതായത് ഈ വൃത്തത്തിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 31.4 ആണ്. അപ്പം ഈ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? ഈ 31.4ന്റെ എന്താണ്? 6ൽ ഒരു ഭാഗമാണ് അല്ലെ. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ 31.4ന്റെ 6ൽ ഒരു ഭാഗമാണ് ഈ നീളം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഈ പിക്ക് ഈ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ ചെയ്യും. അപ്പൊ ഇതിന്റെ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. 2π × 2π × 5 അല്ലേ, 2 × π × 5 അല്ലെ, 2 10 × 3.14 31.4. അപ്പൊ ഈ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 31.4 ആണ്. അപ്പൊ ഈ ചാപത്തിന് കണ്ടുപിടിക്കാൻ ചെയ്യും 31.4 × ഇവിടെ 90 ആണ് അല്ലെ. ഈ 90 എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം വൃത്തത്തിന്റെ കോണളവിന്റെ എത്ര? 4ൽ ഒരു ഭാഗമാണ്. 360 90. 360 90 എന്ന് പറയുന്നത് എത്രയാണ്? 4ൽ ഒരു ഭാഗമാണ്. അതായത് ഈ 31.4ന്റെ 4ൽ ഒരു ഭാഗമാണ് ഈ ചാപത നീളം. ഇതിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ XY എന്ന ചാപത നീളം കണ്ടുപിടിക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2πr ആണ്. 2 × π × 5 സമത്ര 31.4 കിട്ടും. അപ്പം 31.4 × അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. മൊത്തം വൃത്തത്തിന്റെ കോണളവ് 360 ഡിഗ്രിയാണ്. 360 120 എന്ന് പറയുന്നത് 3/1 ആണ്. അപ്പൊ 31.4ന്റെ 3ൽ ഒരു ഭാഗമാണ് ഈ ചാപത നീളം. അപ്പം ഈ ചാപത നീളം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓർമ്മയുണ്ടോ? ആ ഇക്വേഷൻ എന്താണെന്നുള്ളത്? എന്താണ്? അതായത് മൊത്തം വൃത്തത്തിന്റെ ചുറ്റളവ് നീളം പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. 2πr × പൊതുവിൽ നമ്മൾ ഈ കോൺ x ഡിഗ്രി എടുക്കുകയാണെങ്കിൽ 2πr × x/360 ആണ് ഈ ചാപതന നീളം. 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ചാപതന നീളം കാണുന്ന സമവാക്യം 2πr × x/360 അല്ലെ. അപ്പൊ നമ്മള് ഒരു വൃത്തത്തിലെ ചാപത്തിന്റെ നീളം കണ്ടുപിടിച്ച് പഠിച്ചു അല്ലെ. ആർക്കിന്റെ നീളം കണ്ടുപിടിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഈ എയും ബിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കോഡ് AB എന്ന കോഡിന്റെ നീളം ഞാൻ കണ്ടുപിടിക്കും. AB എന്ന ഞാണിന്റെ നീളം ഇങ്ങനെ കണ്ടുപിടിക്കും എന്ന് പരിശോധിക്കും. അപ്പം ഈ സർക്കിളിലെ 2 ബിന്ദുക്കളാണ് എയും ബിയും. അപ്പം ഈ എയും ബിയും കൂടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ AB എന്ന ഞാൻ അല്ലെ. അപ്പൊ ഈ വൃത്തത്തിലെ ഈ AB എന്ന ഈ ഞാൻ ഈ കോഡിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രിയാണ് അല്ലെ. അപ്പം ഈ AOB എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി നോക്കിയേ, ഈ OBയും OAയും OBയും എന്താണ്? ഈ സർക്കിളിലെ 2 റേഡിയസ് ആണ് അല്ലെ. സർക്കിൾ റേഡിയസ് എല്ലാം എങ്ങനെയാണ്? തുല്യമാണ്. അതായത് ഈ OAയും OBയും തുല്യമാണ് അല്ലെ. ഈ കോൺ 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മള് ഈ ട്രയാങ്കിൾ OAB എന്ന് പരിശോധിച്ചേ. അപ്പൊ എന്താണ്? ഈ OAയും OBയും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ OAB എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെ, ഒരു സമപാർശ്വ ത്രികോണമാണ്. OAയും OBയും സർക്കിൾ റേഡിയസ് ആണ്, 2 തുല്യമാണ്, ഒരു സമപാർശ്വ ത്രികോണമാണ്. പോരാതെ തന്നെ നമ്മൾ ഈ കോൺ 60 ഡിഗ്രിയാണ് അല്ലെ. അപ്പം ഈ കോൺ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എത്ര ഡിഗ്രി ഇതായിരിക്കും? ഈ കോൺ 60 ഡിഗ്രിയാണ്. മറ്റൊരു കോൺ കൂട്ടുമ്പോൾ 120 ഡിഗ്രി വരണം. അത് 2 തുല്യമാണ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഇതാണ്? 60 ഡിഗ്രി അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ OAB എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് അല്ലെ, ഒരു സമഭുജ ത്രികോണമാണ്. അപ്പം ഈ AB യുടെ നീളം എന്ന് പറയുന്നത് എന്തൊരു തുല്യമാണ്? ഈ വശത്തിന് തുല്യമാണ് അല്ലെ, അല്ലെങ്കിൽ ഈ വശത്തിന് തുല്യമാണ് അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ റേഡിയസ് ആണ്. അപ്പം ഇത് R ആണ് എങ്കിൽ എന്താണ്? ഇതും R ആണ്. അപ്പം ഈ AB തന്നെയാണ്, R തന്നെയാണ്. അതായത് ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ് എങ്കിൽ ആ കോഡിന്റെ നീളവും ഈ സർക്കിൾ റേഡിയസും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. എല്ലാത്തിലും അങ്ങനെ വരണമെന്നുണ്ടോ? അപ്പൊ നമുക്ക് 90 ഡിഗ്രി പരിശോധിക്കാം. ഇവിടെ നമ്മുടെ Pയും Qയും കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പൊ ഈ സർക്കിളിലെ Pയും Qയും കൂടെ ജോയിൻ ചെയ്യും അല്ലെ. അപ്പൊ ഇതിനാ കോഡ് PQ അല്ലെ. അപ്പൊ PQ എന്ന സർക്കിൾ ഒരു ഞാനാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? സർക്കിൾ റേഡിയസ് ആണ് അല്ലെ.
സർക്കിളിന്റെ റേഡിയസ് ആണ് ഇത് രണ്ടും. അപ്പം ഈ ഒ പിയും ഒ ക്യൂവും എങ്ങനെയാണ് തുല്യമാണ് അല്ലെ? കാരണം എന്താണ്? ഈ ഒ പിയും ഒ ക്യൂവും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് എല്ലാം തുല്യമാണ്. അപ്പൊ ഇത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പം ഈ ട്രയാംഗിൾ എന്ന് പറയുന്ന ഒരു ഐസോസിസ് ട്രയാംഗിൾ അല്ലെ? സമപാർശ്വ ത്രികോണമാണ്. ഇപ്പൊ സമപാർശ്വ ത്രികോണമാണ്. മാത്രമല്ല ഈ കോണം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ ഇത് സമപാർശ്വ ത്രികോണമായതുകൊണ്ട് ഈ കോണം തുല്യമായിരിക്കുമല്ലോ. അപ്പം ഈ ഓരോ കോണം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആണെങ്കിൽ മറ്റേ രണ്ടുകൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി വരും അല്ലെ? 90 90 180 അല്ലെ? ഇത് രണ്ടും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഓരോ കോണത്തെ ഡിഗ്രിയാണ് 45 ഡിഗ്രി അല്ലെ? അത് 45 ഡിഗ്രി. അപ്പൊ ഈ ട്രയാംഗിൾ വെച്ച് ചോദിച്ചേ, ഇതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ കോണുള്ള പ്രത്യേകത എന്താ? 45 45 90 അല്ലെ? അപ്പൊ 45 45 90 ആണ് എങ്കിൽ അവയുടെ വശങ്ങളുടെ അംശം എന്താണ്? 1:1:√2 ആണ് അല്ലെ? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, √2 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ 2 2 √2. 3 ആണെങ്കിൽ 3 3 3 ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ r√2 അല്ലെങ്കിൽ √2r അല്ലെ? √2r. അപ്പം ഇതിനെന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ റേഡിയസിന്റെ ഈ വൃത്തത്തിന്റെ റേഡിയസിന്റെ √2 മടങ്ങാണ് അല്ലെ? ഇവിടെ 60 ഡിഗ്രി ആയപ്പോൾ എന്താണ് റേഡിയസും ഈ കോഡും തുല്യമായിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ 90 ഡിഗ്രി ആയപ്പോൾ ഇതിന്റെ റേഡിയസിന്റെ √2 മടങ്ങാണ് ഇതിന്റെ കോഡിന്റെ നീളം അല്ലെ? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഈ XY-യുടെ നീളം വെച്ച് ചോദിക്കാം. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി അല്ലെ? അപ്പം ഈ ഞാണ്ട് നീളം കണ്ടുപിടിക്കാം. ഇതിന്റെ റേഡിയസ് എന്താ എടുക്കാം? അല്ലെ? റേഡിയസ് അത് തന്നെയാ. അപ്പൊ ഇതിന്റെ ഞാണ്ട് നീളം കണ്ടുപിടിക്കണം അല്ലെ? അപ്പം ഈ XOY എന്ന ഈ ട്രയാംഗിൾ ഐസോസിസ് ട്രയാംഗിൾ ആണ്. ഇതിന്റെ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പം എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും മാർഗമുണ്ടോ? എന്ത് ചെയ്യാൻ തന്നെ നമുക്ക് ഈ ഓയിൽ നിന്ന് ഞാൻ ഈ XYയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഓയിൽ നിന്ന് ഞാൻ XYയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഞാൻ ഇതിന് എം എന്ന് വിളിക്കാം. അപ്പം ഈ OM എന്ന് പറയുന്നത് XYക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലെ? നമ്മുടെ ടൈം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സമപാർശ്വ കോണത്തിന്റെ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെയും ഈ കോണിനെയും സമഭാഗം ചെയ്തിട്ടുണ്ട് അല്ലെ? തുല്യമായിട്ട് പറയും. അപ്പം ഈ ഓരോ കോണം എത്ര ഡിഗ്രിയാണ്? ഇത് മൊത്തം 120 ഡിഗ്രിയാണ്. അപ്പൊ ഓരോ കോണം എത്ര? 60 ഡിഗ്രി ഇതാണ് അല്ലെ? ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി അല്ലെ? മാത്രമല്ല ഈ XM എന്ന് പറയുന്നത് YM എന്ന് പറയുന്നത് തുല്യമാണ് അല്ലെ? ഇനി നോക്കിയേ, ഈ കോൺ 90 ഡിഗ്രി, ഈ കോൺ 60 ഡിഗ്രി അല്ലെ? അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 60 അല്ലെ? 90 60 എത്ര? 150. 150 നിന്ന് 150 കുറച്ച് എത്ര വരും? 30 ഡിഗ്രി അല്ലെ? അപ്പം ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പൊ ഈ ട്രയാംഗിൾ വെച്ച് ചോദിച്ചേ, എന്താ പ്രത്യേകത? ഇതിന്റെ കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 30 60 90 അല്ലെ? അപ്പൊ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണ് എങ്കിൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം എന്താണ്? 1:√3:2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ചെറിയ വശം 1 ആണ് എങ്കിൽ ഇത് √3 ആയിരിക്കും, 2 ആയിരിക്കും അല്ലെ? അപ്പൊ വലിയ വശം 2 ആണ് എങ്കിൽ ഇത് 1 ആയിരിക്കും, ഇത് √3 ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ അതിന്റെ പകുതി 2 ആയിരിക്കുന്നത് ഇതിന്റെ √3 മടങ്ങ് 2 √3 ആയിരിക്കുന്നത് അല്ലെ? ഇത് 10 ആണ് എങ്കിൽ എത്രയായിരിക്കും? 5 ആയിരിക്കും, ഇത് 5 √3 ആയിരിക്കും. അപ്പൊ ഇത് 6 ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതിന്റെ പകുതി അല്ലേ? 6/2 ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് 6/2 ആണ്. ഇതെന്തായിരിക്കും? 6/2√3 അല്ലേ? 6/2√3 6/2√3 അതിന് ഞാൻ എഴുതാം √3/2 എഴുതാം അല്ലേ? അപ്പൊ ഇതിന്റെ √3 മടങ്ങാണ് ഇവിടെ വരുന്നത് അല്ലേ? ഇവിടെ എത്രയാണോ വരുന്നത് അതിന്റെ √3 മടങ്ങാണ് വരുന്നത്. ഇവിടെ 6/2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 √3, 3 ആണെങ്കിൽ ഇവിടെ 3 √3, ഇവിടെ 6/2 ആണെങ്കിൽ 6/2 അല്ലേ? 6/2 ഞാൻ √3/2 നിർമ്മിക്കുന്നല്ലോ. √3/2 അപ്പൊ ഈ നീളം പറയുന്നത് √3/2 അപ്പൊ ഈ കോഡിന്റെ പകുതിയാണ് √3/2 എന്ന് പറയുന്നത് അല്ലേ? YM ആണ് √3/2 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ XY എന്തായിരിക്കും? അപ്പൊ XYയുടെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും അല്ലേ? അപ്പൊ ഇതിന്റെ ഇരട്ടിയായിരിക്കും അല്ലേ? ഇപ്പൊ 2 × √3/2 എന്ന് പറയുന്നത് എന്താണ്?
√3r. അപ്പം ഇതിന്റെ നീളം എന്ന് പറയുന്നത് മൊത്തം നീളം എന്ന് പറയുന്നത് ഈ കോഡിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് √3r ആണ്. അപ്പൊ XY എന്ന ഈ ഞാണിന്റെ നീളം എന്ന് പറയുന്നതാണ് √3r. √3r. അപ്പം ഒരു കോഡിന്റെ അല്ലെ ഒരു ഞാണിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ് എങ്കിൽ ഈ കോഡിന്റെ നീളം എന്ന് പറയുന്നത് അതിന്റെ ആ റേഡിയസിന്റെ √3 മടങ്ങാണ്. മനസ്സിലായി അല്ലെ? എന്താണ് ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ് എങ്കിൽ ആ കോഡിന്റെ നീളം എന്ന് പറയുന്നത് ഈ എന്താണ് ഈ സർക്കിളിന്റെ റേഡിയസിന്റെ √3 മടങ്ങാണ്. √3r ആയിരിക്കും. അപ്പം ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ് എങ്കിൽ ഈ കോഡിന്റെ നീളവും റേഡിയസും തുല്യമാണ് അല്ലെ? റേഡിയസ് എത്രയാണോ അത് തന്നെയാണ് ഈ കോഡിന്റെ നീളം എന്ന് പറയുന്നത്. 90 ഡിഗ്രി ആണ് എങ്കിൽ ഈ കോഡിന്റെ നീളം എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസിന്റെ എത്ര മടങ്ങാണ്? √2 മടങ്ങാണ്. √2r ആണ് അല്ലെ? അപ്പം ഇതിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ് എങ്കിൽ ഈ കോഡിന്റെ നീളം എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസിന്റെ എത്ര മടങ്ങാണ്? √3 മടങ്ങാണ് കിട്ടി അല്ലെ? അങ്ങനെ നമുക്ക് മറ്റൊരു കണക്ക് ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഇൻ ദിസ് പിക്ചർ. അപ്പം ഈ പിക്ചറിലുള്ള ഈ കോഡിന്റെ നീളം കണ്ടുപിടിക്കണം. ഈ ഞാണിന്റെ ഈ AB എന്ന ഞാണിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 100 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കോഡിന്റെ നീളം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഈ കോഡിന്റെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലല്ല, ഈ OAB എന്ന് പറയുന്നത് ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലേ? കാരണം എന്താണ്? ഈ OAയും OBയും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ Oയിൽ നിന്ന് ഈ ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ ഇതിന് M എന്ന് കൊടുക്കുന്നു. അപ്പം ഈ OM എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഞാൻ കഴിഞ്ഞാണെങ്കിൽ പറഞ്ഞു എന്താണ്? ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലേ? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെയും ഈ ആംഗിളിനെയും തുല്യമായിട്ട് ഭാഗിക്കും അല്ലേ? അപ്പം ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. അപ്പം ഇത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി അല്ലേ? അപ്പം ഇത് 50 ഡിഗ്രി. മാത്രമല്ല ഈ BMഉം ഈ AM തുല്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 50 ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ BM ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? BM കണ്ടുപിടിച്ചാൽ പിന്നെ ഈ AB കണ്ടുപിടിക്കാൻ പ്രയാസമല്ലോ. BMന്റെ ഇരട്ടിയാണ് AB അല്ലെ? അപ്പൊ നമുക്ക് BM കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഈ ആംഗിൾ 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഹൈപ്പോട്ടനസ് നമുക്ക് അറിയാം. എത്രയാണ്? 3 സെന്റിമീറ്റർ അറിയാം. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഈ BM കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 50 ഡിഗ്രിയുടെ സൈൻ എടുക്കാം അല്ലെ? സൈൻ 50 എടുക്കാം. അപ്പൊ സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 50 സമം ഓപ്പോസിറ്റ് സൈഡ് BM ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് നമുക്കറിയാം എത്രയാണ്? 3. അപ്പോൾ BM സമം 3 ഇൻറ്റു സൈൻ 50 അല്ലെ? സമം 3 ഇൻറ്റു സൈൻ 50ന്റെ വില നമുക്ക് പട്ടിക കണ്ടുപിടിക്കും അല്ലെ? എത്രയാണ്? 0.7660 അല്ലെ? ഇത് കുടിയും വരും 3 ഇൻറ്റു 0.7660 കുടിയും വരും 2.298 സെന്റിമീറ്റർ അല്ലെ? അപ്പം BM എന്ന് പറയുന്നത് 2.298 സെന്റിമീറ്റർ ആണ്. അങ്ങനെ നമുക്ക് AB കണ്ടുപിടിക്കാമല്ലോ. AB സമം ഈ ഇതിന്റെ ഇരട്ടി അല്ലെ? ഇതിന്റെ ഇരട്ടിയാണ് BMന്റെ ഇരട്ടിയാണ് AB അല്ലെ? 2 ഇൻറ്റു 2.298 സമം 4.596 അല്ലെ? ഇത് നമുക്ക് ഒരു സ്ഥാനത്തിന് ശരിയാക്കി 4.5 കഴിഞ്ഞ് ഒരു 5 കഴിഞ്ഞ് അടുത്തൊരു സംഖ്യ 9 ആണ് അല്ലേ? അപ്പൊ ഈ 5 കൂടി 4.6 സെന്റിമീറ്റർ എടുക്കാം. ഇവിടെ AB എന്ന് പറയുന്നത് എത്രയാണ്? AB എന്ന് പറയുന്നത് 4.6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്തത് ഒന്ന് പരിശോധിച്ച്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? AB എന്ന ഈ കോഡിന്റെ നീളമാണ്. ഈ ABയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. ഈ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ Oയിൽ നിന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയി? 50 ഡിഗ്രി ആയി അല്ലെ? അപ്പൊ നമുക്ക് BM കണ്ടുപിടിക്കുന്നതിന് സൈൻ 50 എടുത്തു അല്ലെ? അപ്പൊ സൈൻ 50 സമം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലെ? അപ്പം BM ബൈ 3. അപ്പൊ BM എന്ന് പറയുന്നത് എന്താണ്? BM എന്ന് പറയുന്നത് 3 ഇൻറ്റു
സൈൻ 50 ആണ് അല്ലെ. 3 ഇൻറ്റു സൈൻ 50 എത്രയാണ് കിട്ടി അല്ലെ. അപ്പം ഈ എ ബി എന്ന് പറയുന്നത് ഈ എന്താണ് ഈ ബി എമ്മിന്റെ ഇരട്ടിയാണ് അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കോഡിന്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് പൊതുവായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം അല്ലെ. ഒരു ജനറൽ ഫോം ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് 6 എന്ന് എടുക്കുന്നു. ഈ സെൻട്രൽ ആംഗിൾ ഞാൻ എക്സ് നൽകുന്നു അല്ലെ. സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി നൽകുന്നു. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി എം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇത് സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ എന്ന് പറയുന്നത് x/2 ആണ്. x/2 അല്ലെ. അപ്പൊ നമ്മുടെ ബി എം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ബി എം കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ സൈൻ എടുക്കും അല്ലെ. അപ്പൊ സൈൻ x/2 സമം സൈൻ x/2 സമം എന്താണ് ബി എം ബൈ ഹൈപ്പോട്ടനസ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ആണല്ലോ. അപ്പൊ ബി എം എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻറ്റു സൈൻ x/2 അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി എം അല്ല, കണ്ടുപിടിക്കേണ്ട എ ബി ആണ് അല്ലെ. അപ്പൊ എ ബി എന്ന് പറയുന്നത് വരും എ ബി സമം 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ x/2 അല്ലെ. അപ്പൊ പൊതുവെ നമുക്ക് ഞാൻ പറയാം ഈ ഞാണിന്റെ നീളം അല്ലെ. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഞാണിന്റെ നീളം എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ x/2 അല്ലെ. അപ്പം ഈ ഞാണിന്റെ നീളം എന്താണ് പറയാ? 2r ഇൻറ്റു സൈൻ x/2 അല്ലെ. അപ്പൊ നമുക്ക് പൊതുവിൽ എങ്ങനെ പറയാം? ഒരു സർക്കിളിലെ ഒരു ഞാണിന്റെ നീളം കണ്ടുപിടിക്കുന്നതിന് ആ സർക്കിളിലെ റേഡിയസിന്റെ ഇരട്ടിയെ ഈ എന്താണ് കോഡിന്റെ ഈ ഞാണിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 111 പേജ് കൊടുത്തിട്ടുണ്ട്. In a circle, the length of any chord is double the product of the radius and the sine of half the central angle. അതായത് ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെയും നീളം കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചതിന്റെ 2 മടങ്ങാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിന്ന് കുറിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ കോഡ് ഇൻ ദിസ് പിക്ചർ. ഈ സർക്കിളിലെ ഈ പി ക്യു എന്ന ഈ കോഡിന് നീളം കണ്ടുപിടിക്കാം. അപ്പൊ ഈ കോഡിന് നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? അതിന്റെ സമവാക്യം എന്താണ്? പി ക്യു സമം എന്താണ്? 2r ഇൻറ്റു സൈൻ x/2 അല്ലെ സമം 2 ഇൻറ്റു ഇവിടെ റേഡിയസ് എത്രയാണ്? 10 അല്ലെ. 10 ഇൻറ്റു സൈൻ x/2. ഇവിടെ x എന്ന് പറയുന്നത് 140 ഡിഗ്രി അല്ലെ. അപ്പൊ x/2 അപ്പൊ 140/2 അല്ലെ സമം 2 ഗുണം 10 20 അല്ലെ. 20 ഇൻറ്റു സൈൻ 140ന്റെ പകുതി എത്രയാണ്? 70 സമം 20 ഇൻറ്റു സൈൻ 70. എന്ത് ചെയ്യാം? നമുക്ക് പട്ടി നോക്കാൻ കഴിയും അല്ലെ. അപ്പൊ സൈൻ 70 വില 0.9397 അല്ലെ സമം 20 0.9397 ഗുണിച്ചാൽ കിട്ടും 18.794 എന്ന് വരും. നമുക്ക് ഇതിനാ ഒരു സ്ഥാനത്തിന് ശരിയാക്കി എഴുതാം. സോ 18.7 കഴിഞ്ഞ് അടുത്ത സംഖ്യ 9 അല്ലേ. അപ്പൊ 7 നോക്കൂട്ടെ അല്ലെ. അപ്പൊ 18.8 സെന്റിമീറ്റർ ആണ് ഈ പി ക്യു എന്ന കോഡിന്റെ നീളം. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യം ഉപയോഗിച്ചിട്ട് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുകയാണ്. ഒരു ത്രികോണത്തിന്റെ കോണുകളാണ് അവയുടെ വശങ്ങളുടെ അംശബന്ധം നിശ്ചയിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകൾ 45 ഡിഗ്രി 40 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:1:√2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ വേറെ ഏതെങ്കിലും കോണുകളുള്ള ത്രികോണങ്ങളുടെ വശങ്ങളുടെ അംശബന്ധം അറിയാമോ? അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യം വെച്ചിട്ട് ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുകയാണ്. അപ്പം ഈ ത്രികോണം എ ബി സി കോണുകൾ ഏതൊക്കെയാണ്? 55 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി അല്ലെ. അപ്പോൾ ത്രികോണത്തിന്റെ കോണുകൾ 55 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്താണ്? അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അത് കണ്ടെത്താനായിട്ട് അത് ഞാൻ ഈ ത്രികോണം എ ബി സി ഒരു പരിവൃത്തം വരയ്ക്കാം. ഇപ്പോൾ ത്രികോണത്തിന്റെ പരിവൃത്തം വരയ്ക്കാൻ അറിയാമല്ലോ. ഞാനിവിടെ ത്രികോണം എ ബി സി ഒരു പരിവൃത്തം വരച്ചിരിക്കുകയാണ്. അതിന്റെ പരിവൃത്ത കേന്ദ്രമാണിത് O എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോഡല്ലേ, ഒരു ഞാനാണല്ലോ. ബി സി എന്ന് പറയുന്നത് ഒരു കോഡാണല്ലോ. എ സി എന്ന് പറയുന്ന ഒരു കോഡാണല്ലോ. ഈ 3 കോഡുകളാണ് അല്ലെ. ഈ വൃത്തത്തിന്റെ 3 കോഡുകളാണ്, 3 ഞാണുകളാണ് എ ബിയും ബി സിയും എ സിയും അല്ലെ. ഒരു വൃത്തത്തിലെ കോഡിന്റെ നീളം കണ്ടുപിടിക്കാൻ നമ്മളിപ്പം പഠിച്ചു അല്ലെ. എന്താണ്?
2r ഇൻറ്റു സൈൻ എക്സ് ബൈ 2 പഠിച്ചു അല്ലേ. അപ്പൊ ഈ ബി സിയുടെ നീളം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ വേണം അല്ലേ. ഈ ബി സിയുടെ സെൻട്രൽ ആംഗിൾ വേണം. ഈ ബി സിയുടെ സെൻട്രൽ ആംഗിൾ ഞാൻ വരയ്ക്കണം. ബി സിയുടെ സെൻട്രൽ ആംഗിൾ വരച്ചു അല്ലേ. ഏതാണ്? BOC. ഇതാണ് സെൻട്രൽ ആംഗിൾ. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് ഈ OBയും OCയും എന്താണ്? ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പൊ ഈ റേഡിയസിനെ ഞാൻ 6 എന്നെടുക്കുന്നു. റേഡിയസ് 6 എന്നെടുക്കുന്നു. അപ്പൊ റേഡിയസ് 6 എന്നെടുത്തു. ഇനി നമുക്ക് എന്താണ്? അതിന്റെ സെൻട്രൽ ആംഗിൾ അറിയണം. അപ്പൊ റേഡിയസും സെൻട്രൽ ആംഗിളും ഉണ്ടെങ്കിലേ നമുക്ക് ഈ BCയുടെ നീളം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഒരു കോണിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ BOC എത്ര ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റുമോ? ഈ BC എന്ന ഈ കോഡ് ഈ ഇവിടുത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും അല്ലേ. അപ്പം ഈ ബിയും സിയും കൂടെ എന്താണ്? ഈ വലിയ ഭാഗത്തുള്ള ഈ എയും എന്ന ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആംഗിളാണ് CAB എന്ന ആംഗിൾ അല്ലേ. അപ്പം ഈ ആംഗിളിന്റെ ഇരട്ടിയാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ പഠിച്ചിട്ടുണ്ടല്ലേ. 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് ഇതല്ലേ. അപ്പൊ ഇത് 55 ആണ്. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 110 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം ഈ കോണം എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് BCയുടെ സെൻട്രൽ ആംഗിൾ കിട്ടിയല്ലോ. എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് BC കണ്ടുപിടിക്കാമല്ലോ. എന്താണ് BC എന്ന് പറയുന്നത്? BC സമം 2r ഇൻറ്റു സൈൻ എക്സ് ബൈ 2 അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ 110 അല്ലേ. 110ന്റെ പകുതി, അതായത് 2r ഇൻറ്റു സൈൻ 55 അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. BC എന്ന് പറഞ്ഞാൽ 2r ഇൻറ്റു സൈൻ 55 അല്ലേ. ഈ 55 എന്ന് പറയുന്നത് എന്താണ്? ഇതല്ലേ 55. അപ്പം ഈ BCയുടെ നീളം കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്താൽ മതി? BC സമം 2r ഇൻറ്റു സൈൻ 55 അല്ലേ. ഇതിന്റെ റേഡിയസിന്റെ ഇരട്ടിയെ ഈ ആംഗിളിന്റെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പം BC എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 55, 110ന്റെ പകുതി 55 അല്ലേ. അപ്പൊ ഇത് 55 ആണ്. അപ്പം ഇതിന് BC എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 55. അപ്പൊ നമുക്ക് BC കിട്ടി. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? AB കണ്ടുപിടിക്കാം അല്ലേ. അപ്പം AB കണ്ടുപിടിക്കാൻ ചെയ്യും. AB സമം, അപ്പം AB കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇതിന്റെ സെൻട്രൽ ആംഗിൾ വേണം അല്ലേ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ ABയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് AOB ആണ് അല്ലേ. ഈ AOB എത്ര ഡിഗ്രിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഈ ആംഗിളിന്റെ ഇരട്ടിയാണ് അല്ലേ. ഇവിടെ 65 ഡിഗ്രി ആണ് എങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഡിഗ്രി ആയിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും അല്ലേ. 65 ഇരട്ടി എത്രയാണ്? 130 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ കോണം എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ AB സമം തരും. AB സമം 2r ഇൻറ്റു സൈൻ എത്രയാണ്? സെൻട്രൽ ആംഗിൾ 130 അല്ലേ. 130ന്റെ പകുതി, 130ന്റെ പകുതി സമം 2r ഇൻറ്റു സൈൻ 130ന്റെ പകുതി എത്രയാണ്? 65 അല്ലേ. സൈൻ 65. അപ്പൊ ABയുടെ നീളം എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 65. BC എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 55. AB എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 65. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AC എന്തായിരിക്കും? AC എന്ന് പറയുന്നത് AC സമം ഇതാണ് 2r ഇൻറ്റു സൈൻ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? AC. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര? ഇവിടെ 60 ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ് അല്ലെ. 120 ഡിഗ്രിയാണ് അല്ലേ. അപ്പം 2r ഇൻറ്റു സൈൻ 120/2. 2r ഇൻറ്റു സൈൻ 60. അപ്പം BC എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 55. AB എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 65. AC എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 60. അപ്പൊ നമുക്ക് 55 ഡിഗ്രി, 60 ഡിഗ്രി, 65 ഡിഗ്രി കോണുകളുള്ള ഒരു ത്രികോണത്തിന്റെ വശങ്ങളിലെ അംശം നമുക്ക് നോക്കാം. അപ്പൊ 55 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതാണ്? BC. BCയുടെ 2r ഇൻറ്റു സൈൻ 55 അല്ലേ. അപ്പൊ 2r ഇൻറ്റു സൈൻ 55 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് AC. ACയുടെ എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 60 അല്ലേ. 2r ഇൻറ്റു സൈൻ 60 65 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് AB. ABയുടെ എന്ന് പറയുന്നത് 2r ഇൻറ്റു സൈൻ 65. 2r ഇൻറ്റു സൈൻ 65 അല്ലേ. അപ്പൊ 2r ഇൻറ്റു സൈൻ 55 2r ഇൻറ്റു സൈൻ 60 2r ഇൻറ്റു സൈൻ 65.
മൂന്നിന് കോമൺ ആയിട്ട് എന്തുണ്ട്? 2r ഉണ്ട്. ആ 2r 3 വെട്ടി കളയാലോ അല്ലേ? 2r 3 ഡിവൈഡ് ചെയ്യാം അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? sin 55 ഈസ്റ്റു sin 60 ഈസ്റ്റു sin 65. ആ പട്ടിക ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ sin 55ന്റെ വില എന്ന് പറയുന്നത് 0.8192 ഈസ്റ്റു sin 60 എന്ന് പറയുന്നത് 0.8660 ഈസ്റ്റു sin 65 എന്ന് പറയുന്നത് 0.9061. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 55 ഡിഗ്രി, 60 ഡിഗ്രി, 65 ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങളിലെ അംശം എന്തായിരിക്കും? sin 55 ഈസ്റ്റു sin 60 ഈസ്റ്റു sin 65 ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്രികോണത്തിന്റെ കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആണ് എങ്കിൽ അവയുടെ വശങ്ങളിലെ അംശം എന്തായിരിക്കും? sin 50 ഈസ്റ്റു sin 60 ഈസ്റ്റു sin 70 ആയിരിക്കും അല്ലെ? അപ്പൊ അടുത്തതായി ഇവിടെ രണ്ട് ആംഗിൾ അക്യൂട്ട് ആംഗിളും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിളും വന്നാൽ ആ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശം എങ്ങനെ ആവും നോക്കാം. ഈ ട്രയാംഗിൾ PQR അല്ലെ? ഇതിന്റെ രണ്ട് ആംഗിൾ അക്യൂട്ട് ആംഗിളും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെ? രണ്ട് ന്യൂനകോണുകളും ഒരു ബൃഹത് കോണുമാണ്. അപ്പൊ അതിന്റെ കോണുകൾ 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി അല്ലെ? അപ്പൊ ഈ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ അംശം എന്താ അല്ലെ? വശങ്ങളുടെ റേഷ്യം ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ വശങ്ങളുടെ അംശം ഒന്ന് പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇതിന്റെ PQന്റെ നീളവും QR-ന്റെ നീളവും PR-ന്റെ നീളവും അല്ലെ? അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാംഗിൾ PQR-ന്റെ ഒരു സർക്കം സർക്കിൾ വരയ്ക്കാം അല്ലെ? ഒരു പരിവൃത്തം വരയ്ക്കാം. അപ്പം ത്രികോണം PQR-ന്റെ സർക്കം സർക്കിൾ ആണിത്. ഇതാണ് എന്റെ സർക്കം സെന്റർ. സർക്കം സെന്റർ ആണ് O. PQ-ഉം QR-ഉം PR-ഉം ഈ സർക്കിളിലെ 3 കോഡുകളാണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ QR-ന് കണ്ടുപിടിക്കുക. അപ്പൊ QR കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? QR സമം ആണ്. അപ്പൊ ഈ QR-ന് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഈ QR-ന്റെ സെൻട്രൽ ആംഗിൾ വേണം അല്ലെ? നമുക്കൊന്ന് വരയ്ക്കാം. QR-ന്റെ സെൻട്രൽ ആംഗിൾ ഒന്ന് വരയ്ക്കാം. അപ്പൊ ഈ കോഡ് QR എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ QR. ഈ QR എത്ര ഡിഗ്രിയാണ്? ഈ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോഡ് ഈ QR എന്ന കോഡ് ഈ സർക്കിളിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഒരു ചെറിയ ചാപവും ഒരു വലിയ ചാപവും. അപ്പൊ ഈ കോഡിന്റെ ഈ അഗ്രബിന്ദുക്കളാണ് Qവും Rഉം. ഈ Qവും Rഉം ഈ വലിയ ചാപത്തിലെ ഈ P എന്ന ബിന്ദുവുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് ഇത് അല്ലെ? ഈ QPO ഇത് അല്ലെ? ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ 30 ഡിഗ്രി ആണ് എങ്കിൽ ഈ QR-ന്റെ സെൻട്രൽ ആംഗിൾ ആംഗിൾ QOR എന്ന് പറയുന്നത് ഡിഗ്രിയാണ്? ഇതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ? എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പം ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണിത് അല്ലെ? അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ്. അപ്പം ഈ QR എന്നെല്ലാം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? QR സമം 2R ഇൻറ്റു റേഡിയസ് അല്ലെ? 2R ഇൻറ്റു sin x/2. ഇവിടെ x 60 അല്ലേ? ഈ ആംഗിൾ 60 ആണല്ലോ. 60ന്റെ പകുതി. 60ന്റെ പകുതി എത്രയാണ്? 30 അല്ലേ? 2R ഇൻറ്റു sin 30. 30 ഇത് തന്നെയാണ് അല്ലേ? അപ്പൊ QR നീളം എന്ന് പറയുന്നത് 2R ഇൻറ്റു sin 30 ആണ്. QR സമം 2R ഇൻറ്റു sin 30. ഇനി നമുക്ക് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വശം. ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വശം ഏതാണ്? PR. ഈ PR നീളം കണ്ടുപിടിക്കാം. PR സമം എന്താണ്? 2R ഇൻറ്റു PR നീളം കണ്ടുപിടിക്കണമെങ്കിൽ 2R ഇൻറ്റു ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലേ? അപ്പം ഇതിന്റെ ഈ PR-ന്റെ സെൻട്രൽ ആംഗിൾ ഒന്ന് വരയ്ക്കാം. PR-ന്റെ സെൻട്രൽ ആംഗിൾ ഒന്ന് വരയ്ക്കാം. ഈ PR-ന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ് അല്ലേ? ആംഗിൾ POR. ആംഗിൾ POR എത്ര ഡിഗ്രിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കോഡിന്റെ അഗ്രബിന്ദുക്കൾ അല്ലേ? P-യും R-ഉം ഈ വലിയ ചാപത്തിലെ ഒരു ബിന്ദുവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിൾ 40 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 40ന്റെ ഇരട്ടി എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി അല്ലേ? അപ്പം PR എന്ന് പറയുന്നത് 2R ഇൻറ്റു സൈൻ 80ന്റെ പകുതി x/2. 80ന്റെ പകുതി എത്രയാണ്? 40 തന്നെ. അപ്പൊ സൈൻ 40. അപ്പം PR എന്ന് പറയുന്നത് 2R ഇൻറ്റു സൈൻ 40. QR എന്ന് പറയുന്നത് 2R ഇൻറ്റു സൈൻ 30 അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 110 ഡിഗ്രി ഓപ്പോസിറ്റ് വശം കണ്ടുപിടിക്കാം അല്ലേ? 110 ഡിഗ്രി ഓപ്പോസിറ്റുള്ള ഈ PQ എന്ന ഈ കോണിന് നീളം കണ്ടുപിടിക്കാം. അപ്പൊ ഈ PQ എന്ന നീളം കണ്ടുപിടിക്കാൻ എന്ത് വേണം? PQ സമം 2R ഇൻറ്റു സൈൻ ഇതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ? PQ ന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് വരയ്ക്കാം. ഈ POQ ആണ്
പി ഒ ക്യൂ ആണ് സെൻട്രൽ ആംഗിൾ അല്ലേ. ഇത് കണ്ടുപിടിക്കാൻ ചെയ്യും. ഈ പി ആർ ക്യൂ 100 ഡിഗ്രി ആണ് എങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ ഇതിനെ എസ് എന്ന് എടുക്കുകയാണ് എങ്കിൽ ഈ പി ആർ ക്യൂ 110 ഡിഗ്രി ആണ് എങ്കിൽ ഈ പി എസ് ക്യൂ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണ് പഠിച്ചു അല്ലേ. എന്തുകൊണ്ട് 70 ഡിഗ്രി ആയി? ഈ പി ആർ ക്യൂ എസ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രാന്റ് അല്ലേ. സൈക്ലിക് ക്വാഡ്രാന്റിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 ഡിഗ്രി ആണ് അല്ലേ. 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടത്. അപ്പൊ ഇത് 110 ഡിഗ്രി, ഇത് 70 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത് 70 ഡിഗ്രി ആകുമ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഇത് 70 ഡിഗ്രി ആകുമ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രി അല്ലേ. 140 ഡിഗ്രി. അപ്പം ഇതിന്റെ പി ക്യൂ എന്ന് പറയുന്നത് 2r × സൈൻ 140/2. 140/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 അല്ലേ. അപ്പം പി ക്യൂ സമം 2r × സൈൻ 70. അപ്പൊ ഇനി നമുക്ക് ആംശം ഒന്ന് നോക്കാം. അപ്പൊ 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി കോണുകളുള്ള ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശമുണ്ട് അല്ലെ. അപ്പൊ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ക്യൂ ആർ. ക്യൂ ആർ എന്ന് പറയാം 2r × സൈൻ 30 ഈസ്റ്റ് 40 ഡിഗ്രി ഓപ്പോസിറ്റ് വശം പി ആർ. പി ആറിന്റെ നീളം എന്ന് പറയുന്നത് 2r × സൈൻ 40 ഈസ്റ്റ് അടുത്ത 110 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് പി ക്യൂ അല്ലേ. പി ക്യൂവിന്റെ നീളം എന്ന് പറയുന്നത് 2r × സൈൻ 70. ഇവിടെ 3നും കോമൺ ആയിട്ട് 2r ഉണ്ട്. ആ 2r കൊണ്ട് 3 ഹരിച്ചാൽ വരും സൈൻ 30 ഈസ്റ്റ് സൈൻ 40 ഈസ്റ്റ് സൈൻ 70 അല്ലേ. ഇവിടെ എന്താ പ്രത്യേകത? ഇപ്പൊ ഇവിടെ 30 ഡിഗ്രി, 40 ഡിഗ്രി, 110 ഡിഗ്രി വരുമ്പോഴത്തേക്ക് അതിന്റെ വശങ്ങളുടെ അംശം എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈൻ 30 തന്നെയാണ് വരുന്നത്. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈൻ 40 തന്നെയാണ് വരുന്നത്. പക്ഷേ 110 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? സൈൻ 70 ആണ് വരുന്നത് അല്ലെ. സൈൻ 110 അല്ല, സൈൻ 70 ആണ് വരുന്നത്. സൈൻ 70 എന്ന് പറയുന്നത് 180 നിന്ന് 110 കുറയ്ക്കുമ്പോൾ ഉള്ള 70. ആ 70 ആണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പം സൈൻ 30 ഈസ്റ്റു സൈൻ 40 ഈസ്റ്റു സൈൻ 70 ആണ് ഇതിന്റെ വശങ്ങളുടെ അംശം എന്ന്. അപ്പൊ 3 ആംഗിളും അക്യൂട്ട് ആംഗിൾ ആകുമ്പോഴുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശം നമ്മൾ പരിശോധിച്ചു. ഒരു ആംഗിൾ ഒക്യൂസ് ആംഗിൾ ആയാൽ എന്താണ് വശങ്ങളുടെ അംശം എന്ന് നമ്മൾ പരിശോധിച്ചു. ഇനി നമ്മൾ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയാൽ വശങ്ങളുടെ അംശം എന്ന് അങ്ങനെ വരും. അതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത്. എ ബി സി എന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഈ കോൺ 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അംശം 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ റേഷ്യോ നമുക്ക് ഇതിന്റെ വശങ്ങളിൽ നിന്നെല്ലാം കണ്ടുപിടിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം? നമുക്ക് ത്രികോണം എ ബി സിയുടെ ഒരു സർക്കം സർക്കിൾ വരയ്ക്കാം അല്ലെ. പരിവർത്തനം വരയ്ക്കാം. അപ്പൊ നമുക്ക് 40 ഡിഗ്രി കൊണ്ട് ഓപ്പോസിറ്റുള്ള വശം ഏതാണ്? ബി സി. ബി സിയുടെ നീളം എന്താണ്? ബി സി സമം 2r × സൈൻ അല്ലെ x/2. ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി വരും? ഇത് 40 ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രിയാണ്. അപ്പം ഇതിന്റെ 80/2 40 വരും അല്ലെ. അപ്പം ബി സി എന്ന് പറയുന്നത് 2r × സൈൻ 40 അല്ലെ. 2r × സൈൻ 40 ഡിഗ്രി. ഇനി 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? എ സി. അപ്പൊ എ സിയുടെ നീളം എന്താണ്? എ സി സമം 2r × സൈൻ എ സിയുടെ നീളം 2r × സൈൻ 50 അല്ലെ. സൈൻ 50 90 ഡിഗ്രി ഓപ്പോസിറ്റ് വശം എന്താണ്? എ ബി. എ ബിയുടെ നീളം എന്താണ്? എ ബി സമം 2r × സൈൻ 90 അല്ലെ സമം 2r × സൈൻ 90. നിങ്ങളുടെ പട്ടിക പരിശോധിച്ചു. സൈൻ 90 എത്രയാണ് നോക്കി. സൈൻ 90 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ സൈൻ 90 1 ആണ് എന്ന് പറയാൻ തന്നെയാണ് 2r തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം ഈ എ ബി എന്ന് പറയുന്നത്, എ ബിയുടെ നീളം എന്ന് പറയുന്നത് 2r റേഡിയസിന്റെ ഇരട്ടിയാണ് അല്ലെ. 2r തന്നെയാണ്. അപ്പൊ ഇതിന്റെ വശങ്ങളുടെ അംശം അങ്ങനെ എഴുതാം. 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി കോണുള്ള മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അംശം ഉണ്ട് അല്ലെ. 40 ഡിഗ്രി, 50 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം ഏതാണ്? ബി സി. ബി സിയുടെ വില 2r × സൈൻ 40. 2r × സൈൻ 40 ഈസ്റ്റ് 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം ഏതാണ്? എ സി. എ സിയുടെ നീളം 2r × സൈൻ 50 അല്ലെ. 2r × സൈൻ 50 ഈസ്റ്റ്
90 ഡിഗ്രി ഏരിയയുടെ വശം ഏതാണ്? എ ബി. എ ബിയുടെ നിങ്ങൾ എത്രയാണ്? 2 ആണ്. 2. അതിൽ 3ലും കോമൺ ആയിട്ട് ഏതുണ്ട്? 2r ഉണ്ട്. 3ന് 2r കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതൊരു സൈൻ 40 സൈൻ 50 ആണ് ഇതിന്റെ വശങ്ങളിലെ അംശങ്ങൾ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 114 പേജില് ഒരു 6 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ 6 പ്രവർത്തനങ്ങൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ആൻസർ എടുത്താണ്.